Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery എടവണ്ണപ്പാറ അരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. വനനിയമ ഭേദഗതിക്കെതിരെ നൈറ്റ് മാർച്ചുമായി മുസ്ലിം ലീഗ്. ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഏറനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടവണ്ണയിൽ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് പി.കെ. ബഷീർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഇരുനാടിന്റെ വികസന വിപ്ലവ പടനായകൻ പി.കെ. ബഷീർ സാഹിബ് എം.എൽ.എ. നയിക്കുന്ന മുസ്ലിം നൈറ്റ് മാർച്ചാണ് പ്രതിഷേധത്തിന്റെ കാഹളമുയർത്തിക്കൊണ്ട് ഈ രാജ്യവീതികളിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. ഭേദഗതിക്കെതിരെ പ്രതിഷേധത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് അത്യുച്ചാർച്ചാണ് പ്രതിഷേധത്തിന്റെ പ്രകമ്പിത പ്രവാഹം തൊട്ടുകൊണ്ട് ഈ രാജ്യവീതികളിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. ആദർശ രാഷ്ട്രീയത്തിന്റെ കരുത്തിക്ക് പോരാളി അനീതികളോട് നാളെ എനിക്കും നിങ്ങൾക്കും ഒന്നും തന്നെ ജീവിക്കാൻ പറ്റാത്ത വളരെ ഭീകരമായ നിയമങ്ങളാണ് അതിൽ ചേർത്തിട്ടുള്ളത്. ആദ്യം ഇവിടെ പറഞ്ഞു, ഒന്ന് നിങ്ങൾ വനത്തുനിന്ന് നിങ്ങളെ വീട്ടിൽ ഒരു തേന് ഉണ്ടാക്കി ആ തേന് നിങ്ങൾ മാർക്കറ്റിൽ കൊണ്ടു വെക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫോറസ്റ്റുകാരൻ കണ്ടാൽ അയാൾ പറയാണ് ഇത് വനത്തുനിന്ന് ശേഖരിച്ചാന്ന് പറഞ്ഞാൽ ഓൻ്റെ പേരിൽ കേസെടുത്ത് ഓനെ അറസ്റ്റ് ചെയ്ത് 3 കൊല്ലം ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റം ഫോറസ്റ്റർക്ക് ചുമത്താം. ആർക്ക് ചുമത്താം? ഫോറസ്റ്റിന് മാത്രമല്ല, ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് പബ്ലിക് സർവീസ് കമ്മീഷനാണ് നിയമിക്കുന്നത്. അതുപോലെ തന്നെ ഗാർഡന്മാര് ബീറ്റിലുള്ള ആളുകളെ നിയമിക്കുന്നത് ആരാണ്? താൽക്കാലിക നിയമനം. ആ താൽക്കാലിക നിയമനം നടത്തുന്ന ആൾക്കും ആളെ അറസ്റ്റ് ചെയ്യാം. അത് മാത്രമല്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു കുരങ്ങ് അല്ലെങ്കിൽ ഒരു പന്നി അതിനെ നിങ്ങൾ എറിഞ്ഞാട്ടിയാൽ അത് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ വേറെ വന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കണ്ട് ഫോറസ്റ്റ് ലോക്കപ്പിൽ വെക്കാം. മുമ്പത്തെ നിയമപ്രകാരം എങ്ങനെയായിരുന്നു? വനത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം. ഇപ്പോഴത്തെ നിയമത്തിൽ എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റുകാർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ചിട്ട് അവരെ മർദ്ദിച്ച് അവശനാക്കിയതിന് ശേഷം കോടതിയിൽ ഹാജരാക്കണം. നിങ്ങൾ ആലോചിക്കണം, അധികാരം പോലീസിനേക്കാളും അധികാരമാണ് ഇതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക്. അതാണ് ഈ ഫോറസ്റ്റ് രാജ് എന്നുള്ള ഇതിന് പറയുന്നത്. പിന്നെ നമ്മുടെ അബദ്ധത്തിൽ കാട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കാം. കാട്ടിലേക്ക് അതിക്രമിച്ച് കയറാതെ ഇപ്പൊ പോയ വൈക്കടവന്ന് നീലഗിരിയിൽ നിന്ന് അത് തുടങ്ങണ പോയ ചാലിയാറിൽ വന്നിട്ട് ഇവിടെ മീൻ പിടിച്ചാൽ അതിന് കേസെടുക്കണം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുകാരല്ല, പോയ ഫോറസ്റ്റിൻ്റെതാണ്. അതിനും കേസെടുക്കുന്ന ഒരു വകുപ്പാണ് അതിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് മന്ത്രിയാണ് അതൊന്ന് വായിച്ചു നോക്കണ്ടേ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA, ഒരു മന്ത്രി, അയാളാണ് ഈ വകുപ്പ്. കെ ശശീന്ദ്രൻ, അതിന് കൂട്ടുപിടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, അവരാണ് ഈ കരട് നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അത് മാത്രമല്ല, അതിന് ബീറ്റ് ഫോറസ്റ്റ് ഒക്കെ ഇപ്പൊ ഒരു ഫോറസ്റ്റ് ഉൽപ്പന്നം, ഇപ്പൊ ഒരാള് വീട്ടിലെ തേക്ക് അല്ലെങ്കിൽ നമ്മളെ വളപ്പിലെ തേക്ക് അല്ലെങ്കിൽ മരങ്ങൾ അല്ലെങ്കിൽ മരുന്ന് വെണ്ടേക്ക് ഈ മരം നാട്ടിൽ നിന്ന് നമ്മൾ മുറിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ വൈൽഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് അത് തടഞ്ഞു നിർത്തിയാൽ അയാൾ സർട്ടിഫൈ ചെയ്യാണ് ഇത് കാട്ടിലെ മരമാണെന്ന് പറഞ്ഞാൽ ഓനെ അഡ്രസ് എടുക്കും. ആ വണ്ടി കണ്ടുകെട്ട ഇവന്റെ പേര് അറസ്റ്റ് ചെയ്യാം, ഫൈൻ അടക്കാം, ഓനെ ജാമ്യമില്ലാതെ 1 മാസം ജയിലിലിടുക. നിങ്ങളൊന്ന് ആലോചിച്ചു. ഇങ്ങനെ ഒരു കാട്ടു രീതിയായിട്ടുള്ള ഒരു നിയമമാണ് അതിന്. ആ നിയമത്തിൽ ഇല്ല അപാകതകളൊക്കെ ഓരോ ഗണ്ണിക വായിച്ചാൽ മുമ്പുണ്ടായിരുന്ന നിയമം ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന നിയമം, ആ നിയമത്തിനെതിരായിട്ടാണ് നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ബാധിക്കില്ല, എല്ലാവർക്കും ബാധിക്കും. ഒരു താൽക്കാലിക ഫോറസ്റ്റ് സ്റ്റേഷൻ ആർക്കരോട് ദേഷ്യമുണ്ടെങ്കിൽ ഓനെ വന്നിട്ട് ഒരു വാറണ്ട് ഇല്ലാതെ നമ്മളെ വീട് റെയ്ഡ് ചെയ്യാം. ഒരു വാറണ്ട് വേണം, റെയ്ഡ് ചെയ്തിട്ട് ഇവനെ നമ്മൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ. അത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നമ്മളെ പേരിലൊരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ അത് തെളിയിക്കേണ്ട ബാധ്യത നമുക്കാണ്. ഈ ഉദ്യോഗസ്ഥന് ഒരു ബാധ്യതയില്ല.
മുമ്പ് ഒരാളെ അറസ്റ്റ് ചെയ്താൽ അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അതിന് നിയമപരമായിട്ടല്ല നടപടിയെടുത്തിട്ടുണ്ടെങ്കിൽ 200 രൂപയാണ് ഫൈൻ. നേരെ മറിച്ച് നമ്മുടെ സാധാരണക്കാരായ അല്ലെങ്കിൽ ആളുകൾ ഫോറസ്റ്റ് നിയമം ലംഘിച്ചാൽ ആദ്യത്തെ ഇതിലുണ്ടായിരുന്നത് 6 മാസമായിരുന്നു, ഇപ്പൊ അത് 3 കൊല്ലാക്കി. നേരെ മറിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ആ നിയമം ദുരൂപകം ചെയ്താൽ ഓനുള്ള ഫൈന് 200 രൂപയുള്ളൂ. അത് വർദ്ധിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് അപാകതകളുള്ള ഒരു കാടൻ നിയമമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ജനവിരുദ്ധ സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് മുസ്ലിം ലീഗ് പാർട്ടി അതിന് രൂപം കൊടുത്തത്. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി മലയോര മേഖലയിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഈ നിലമ്പൂര്, വണ്ടൂര്, ഏറനാട് ഈ നിയോജക മണ്ഡലങ്ങളുള്ള ഈ പ്രദേശത്തും അതുപോലെ മറ്റ് മലയോര മേഖലകളിലും ഇതുപോലെയുള്ള മാർച്ചുകളും ഒക്കെ നടത്തുന്നത്. ഇത് കൂടുതൽ ശക്തിയായി സർക്കാരിനെ കൊണ്ട് ഈ നിയമം തിരുത്തുന്നത് വരെ മുസ്ലിം ലീഗ് സമര രംഗത്തുണ്ടാകും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് നമ്മളെല്ലാവരും കണ്ണിന് എണ്ണ ഒഴിച്ച് കാത്തിട്ടേണ്ട ഒരവസ്ഥയാണ്. ബീറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താ വിചാരിച്ചത്? ഒരു ഗാർഡ് നമ്മൾ എന്താ വിചാരിച്ചത്? താൽക്കാലികമായിട്ട് 179 ദിവസം ജോലി ചെയ്യണോനെ ആരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൻ ആരോടെങ്കിലും ഒരു പകപോക്കലുണ്ടെങ്കിൽ ഒരു കേസ് ഉണ്ടാക്കി, ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ആളുകൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി കൊണ്ടുപോയാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ സ്ഥിതി? അതിനെതിരായിട്ടുള്ളൊരു സമരമാണ്, അല്ലാതെ സാധാരണ വന നിയമ ഭേദഗതിയല്ല. ഒരുപാട് അപാകതകളുള്ള ഒരുപാട് എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ഇത് ഗസറ്റിന് നോട്ടിഫിക്കേഷൻ ചെയ്തു നവംബർ മാസം 21-ാം തീയതി. എന്നിട്ട് ആക്ഷേപങ്ങളും കാര്യങ്ങളും 1 മാസം കൊണ്ട് അവിടെ പിന്നെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ സർക്കാർ ഒരു 10 ദിവസം കൂടി നീട്ടി, ഡിസംബർ 31-ാം തീയതി വരെ. അപ്പോൾ നമ്മളതിനായിട്ട് ശക്തമായി പ്രതിഷേധിക്കണം, ജനങ്ങളെ ബോധവൽക്കരണം. ഇന്ന് ഈ പരിപാടി വളരെ ഗംഭീരമാക്കിയ എൻ്റെ സഹപ്രവർത്തകരായ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യാണ്. നമുക്ക് റെക്കോർഡ് കൊടുത്തിട്ട് ഒരു നൈറ്റ് മാർച്ച് പന്തം കൊളുത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ സമരത്തിന് തുടക്കം കുറിക്കാൻ ഈ നൈറ്റ് മാർച്ച് നമുക്ക് സഹായകരമായി. വന നിയമ ഭേദഗതിയിലൂടെ നാട്ടിൽ ഫോറസ്റ്റ് രാജ് അടിച്ചേൽപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കമെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് PK ബഷീർ MLA പറഞ്ഞു. ഈ നൈറ്റ് മാർച്ച് ഒരു താക്കീത് മാത്രമാണ്. വനംവകുപ്പിന്റെ തെറ്റായ നയങ്ങൾ കാരണം പൊറുതിമുട്ടിയ ജനം പ്രതികരിക്കുക തന്നെ ചെയ്യും. വന്യജീവി സംഘർഷവും കാട്ടാന ആക്രമണവും കൃഷിനാശവും രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ തലയിലേക്ക് ഇടുത്തിയായി വീഴുന്ന ഒന്നാണ് സർക്കാർ മുന്നോട്ട് വെച്ച വനനിയമ ഭേദഗതി. ഈ നിയമം പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സീതി ഹാജി പാലത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എടവണ്ണ ജമാലങ്ങാടിയിൽ സമാപിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PP സഫറുള്ള അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KT അഷ്റഫ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ഗഫൂർ കുറുമാടൻ, മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിലർ അംഗം T രായിൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് VP അഹമ്മദ് കുട്ടി, യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യൂസഫ് ആര്യൻതൊടിക, ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ കൊടക്കാടൻ, എടവണ്ണ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് VP ലുക്മാൻ, ജനറൽ സെക്രട്ടറി A അബ്ദുഷുക്കൂർ, എടവണ്ണ പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി CT നിയാസ്, MSF ജില്ലാ സെക്രട്ടറി VP ജസീം, NK യൂസഫ് മാസ്റ്റർ, CT അബ്ദുറഹ്മാൻ, ലുക്മാൻ അരീക്കോട്, പാറമൽ അഹമ്മദ് കുട്ടി, ഖമറുദ്ദീൻ പാക്കലൂർ, ബിച്ചുട്ടി ഊർങ്ങാട്ടിരി, KC ഷുക്കൂർ, K നജീബ്, ഹാരിസ് ചാലിയാർ, ഉമ്മർ വെള്ളേരി, ഷൌക്കത്ത് മുട്ടിയൽ, ഹംസ മാസ്റ്റർ കാവന്നൂർ എന്നിവർ സംസാരിച്ചു. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna. Sigma Electronics Gallery എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ.